അടിപൊളിയായിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ഞാൻ അങ്ങോട്ട് ബോഗൻവില്ല കാണാൻ പോയതാണ്. ഇന്നിപ്പോൾ മോർണിംഗ് അല്ല കേട്ടോ, ഓൾമോസ്റ്റ് ആഫ്റ്റർനൂൺ ആയി. ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഞാൻ നല്ല ലാവിഷായിട്ട് ഉഴപ്പിയ ദിവസങ്ങളായിരുന്നു. ലൈക്ക് വെറുതെ ഇരുന്നു ടി വി കാണുകയും ജസ്റ്റ് വീട്ടിൽ പുറത്തേക്കും പോയില്ല. ഐ ഡിൻ ഗോ ഔട്ട് ലാസ്റ്റ് 2-3 days. അതിന് മുന്നേ ഒരു ദിവസം അന്നേരം ഓസിയുടെ സ്കാനിങ്ങിന് പോയി. ആ ദിവസം അത് കഴിഞ്ഞിട്ട് അമ്മുവിൻ്റെ ടീച്ചർ അനിതാകൃഷ്ണൻ ടീച്ചർ, നമ്മുടെ ഫ്രണ്ട് വൃന്ദ, നന്ദിനി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോയി. അടിപൊളി ലഞ്ചായിരുന്നു. ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ കവടിയാർ അടുത്തുള്ള ഇമ്പീരിയൽ കിച്ചൺ എന്നാണ് തോന്നുന്നത് ഹോട്ടലിൻ്റെ പേര്. കവടി ഞാൻ ഇതുവരെ അവിടെ നിന്ന് കഴിച്ചിട്ടില്ല, പക്ഷെ അവിടെ നിന്ന് കഴിച്ചു. ഞാൻ ഫിഷ് കറി മീൽസാണ് ഞാനും ഓസിയും കഴിച്ചത്. അടിപൊളി മീൽസായിരുന്നു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ഇവരൊക്കെ വേറെ എന്തൊക്കെയൊക്കെ ഓർഡർ ചെയ്തു, പക്ഷേ മീൽസ് സൂപ്പറായിരുന്നു. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഗോയിങ് ആൻഡ് ഹാവിങ് വൺസ് അഗൈൻ. നല്ല അടിപൊളിയായിരുന്നു. സോ ദാറ്റ് വാസ് എ നൈസ് ആഫ്റ്റർനൂൺ. ഞാൻ എൻ്റെ ഫോണിൽ എനിക്ക് തോന്നുന്നു എൻ്റെ 1-2 കുട്ടി ക്ലിപ്പിങ്സ് എടുത്തിട്ടുണ്ട്. ഐ ജസ്റ്റ് ഷെയർ ദാറ്റ്. ആ ദിവസം വൈകുന്നേരം ഇഷാനിയുടെ ഫ്രണ്ട് ദേവനിധി വന്നിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ പിറ്റേന്ന് അവരുടെ ക്ലാസ്സിൽ പഠിച്ച കുട്ടിയുടെ കല്യാണമുണ്ട്. അപ്പോൾ ദേവനിധി ഇവിടെ വന്നു. ദേവനിധി കൊച്ചിലേ തൊട്ട് ലൈക്ക് LKG UKG ഒക്കെ തൊട്ട് ഇഷാനിയുടെ ഫ്രണ്ടാണ്. വളരെ ക്ലോസ് ആണ് ഇഷാനിയായിട്ട്. ഒരിടയ്ക്ക് ദേവനിധി മാത്സ് ട്യൂഷൻ ഇവിടെ അടുത്തൊരു വീട്ടിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇഷാനിയുടെ കൂടെ സ്കൂൾ ബസ് ഇവിടെ വരും. ഇവിടെ വന്ന് കുളിച്ച് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് അങ്ങനെ എന്നിട്ട് 4:30ക്കാണ് ട്യൂഷന് പോകണം. അങ്ങനെ അപ്പോൾ നമ്മളോട് വളരെ ക്ലോസാണ് ദേവനിധിയും ഇഷാനിയും ഓസിയൊക്കെ കൂടുമ്പോൾ അവർ കുറേ കോമഡിയൊക്കെ കാണിക്കും. അപ്പോൾ അന്ന് അവരിവിടെ കുറച്ച് കോമഡി റീൽസ് അല്ല കുറച്ച് കോമഡി സ്കിറ്റ് വീഡിയോസ് പോലെയൊക്കെ അവരോട് എടുത്തു. അത് അവരുടെ പേഴ്സണൽ ആവശ്യത്തിനുള്ളതാണ്. അതുകൊണ്ട് അതൊന്നും കണക്ഷൻ. എന്നാലും അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞാനവിടെ സൈഡ് ചെയ്തിട്ട് ഐ ജസ്റ്റ് ഒക്കെ ഫ്യൂ ക്യൂട്ട് വിഷ്വൽസ് ഐ ഷോ യു ഓൾ ദാറ്റ്. അപ്പോൾ ദാറ്റ് ഇസ് ദാറ്റ്. പിന്നെ ഓസിയുടെ വീഡിയോ ഒക്കെ ഓസി ഇട്ടു. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഓസിയുടെ ഫ്ലാറ്റ് ഞാൻ എന്തിനാണ് ക്ലീൻ ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് ഓസി ഹോസ്പിറ്റലിൽ ട്രിപ്പ് എടുക്കാൻ പോകുന്നതും അതും ഇതൊക്കെ എന്തിനായിരുന്നു അതൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഓസി നമ്മുടെ എല്ലാവരുടെയും റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെ ഹൗ ഹി റിയാക്റ്റഡ് വെൻ വി കെയിം ടു നോ അബൌട്ട് ഇറ്റ്. അതുകൊണ്ട് ഞാൻ ആ എക്സ്പീരിയൻസ് ഒന്നും ഞാൻ എൻ്റെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നില്ല. അതൊക്കെ ഓസി എന്നോട് ചോദിക്കുമ്പോൾ ഐ ഷെയർ മൈ വ്യൂസ് ദെൻ. എന്നാലും ഓസി മിക്കപ്പോഴും ഇവിടെ തന്നെയാണ്. ഓസിക്ക് വോമിറ്റിംഗ് ഒക്കെ ഉണ്ട്. ആൻഡ് ഓസി വളരെ ലക്കിയാണ് ഇത്രയും മെമ്പേഴ്സ് ഉള്ളൊരു വീട്ടിൽ നിൽക്കാൻ. കാരണം ഓസിക്ക് ഛർദ്ദിക്കാൻ തുടങ്ങുമ്പോൾ കൂടെ പോയി സഹായിക്കാനൊക്കെ ദെയർ ഈസ് ഓൾവേസ് സംബഡി കേട്ടോ. മിക്കപ്പോഴും ഞാനായിരിക്കും ഓടുന്നത്, അല്ലെങ്കിൽ അമ്മു പോവും, ഇഷാനി ആയിരിക്കും, ഹൻസു ആയിരിക്കും, അപ്പച്ചി ആയിരിക്കും. സംബഡി ഈസ് ദ ഓസിയുടെ കൂടെ പോകാനായിട്ട് ഉണ്ട്. ഒരാൾ ബാക്ക് തടവുമ്പോൾ ഞാനാണ് ബാക്ക് തടങ്ങി അടുത്ത ആളെ വിളിക്കും, ഓടി വാ ഓസിയുടെ നെഞ്ചിൽ
പ്രസ് ചെയ്യണം, ഓടി വാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഓടി വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ബെറ്ററാണ്, ഷീസ് ഫീൽ ബെറ്റർ. ഭയങ്കര വോമിറ്റിംഗ് ഒന്നുമില്ല, അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. ഓഫീസിലൊക്കെ ഒന്നും അധികം പോകുന്നില്ല. ഷീസ് ലൈക്ക് മോസ്റ്റ്ലി ഹിയർ. ഞാനിപ്പോൾ ഒന്ന് പുറത്തു പോവാം. ഇന്ന് ടുഡേ ഈസ് പൊങ്കൽ. ഇന്ന് ഡേറ്റ് ഇന്ന് Jan 14th ആണോ 15th ആണോ ജോബിൻ? 14th. ടുഡേ ഈസ് Jan 14th. ടുഡേ ഈസ് പൊങ്കൽ. പലതരം പൊങ്കലുണ്ട്. മാട്ടുപ്പൊങ്കൽ, മകരപ്പൊങ്കൽ, അങ്ങനെ. നാളെയാണ് മാട്ടുപ്പൊങ്കൽ. അതെനിക്ക് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫാൻ ഉണ്ടല്ലോ, മുനിയാണ്ടി എന്നെ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ മറുനാളത്താ എന്തോന്ന് മാട്ടുപ്പൊങ്കലിന് അവരുടെ പുള്ളിയുടെ ഊര് കരിപ്പെട്ടിപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ആ ഊരിൽ അവർക്ക് അവിടെ ഈ മാടുകളെയൊക്കെ അങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള കോമ്പറ്റീഷനൊക്കെ ഉണ്ട്. എല്ലാ വർഷവും പുള്ളി ആ കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ട് പ്രൈസും കിട്ടും. അപ്പോൾ അന്ന് ആ കോമ്പറ്റീഷനാണ്. അപ്പോൾ നമ്മുടെ ആശീർവാദമൊക്കെ വേണം എന്ന് പറയാൻ എന്നെ വിളിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓക്കെ ഇപ്പോൾ പലതരം പൊങ്കലുണ്ട്. ഇന്നൊരു പൊങ്കൽ, നാളെ വേറെ പൊങ്കൽ, അങ്ങനെ എന്തൊക്കെയോ പൊങ്കലുണ്ട്. പൊങ്കൽ പ്രമാണിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മുടെ വേദികയിൽ മൈത്രി അമ്മൂനായിട്ട് നല്ല 2 സാരി കൊടുത്തു വിട്ടു. അപ്പോൾ ആ ഒരു സാരി, വൺ ഇസ് എ ബ്യൂട്ടിഫുൾ ബ്ലാക്ക് സാരി ആൻഡ് വൺ ഇസ് ഒരു യെല്ലോ. ആ ബ്ലാക്ക് സാരി ഇട്ടിട്ടാണ് അമ്മൂന് വേണ്ടി പൊങ്കലിൻ്റെ കുറച്ച് ഫോട്ടോസ് അമ്മ എടുത്ത് ഞാൻ എടുത്തു കൊടുത്തത്. ഫോട്ടോ നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. ഐ തിങ്ക് എൻ്റെ ഈ വീഡിയോ വരുമ്പോഴത്തേക്ക് അമ്മൂൻ്റെ ഫോട്ടോ അമ്മ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടാകും. ഇറ്റ് ഇസ് വെരി നൈസ് ഫോട്ടോഷൂട്ട്. ഐ എൻജോയ് ടേക്കിംഗ് ദ ഫോട്ടോസ്. നല്ല സാരിയായിരുന്നു. അപ്പോൾ മൈത്രി ഇഷാനിയെ പുറത്ത് വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, ഈ പൊങ്കൽ പ്രമാണിച്ച് കുറേ സാരീസ് വന്നിട്ടുണ്ട്, സിമ്പിൾ ടൈപ്പ്, അത്ര എക്സ്പെൻസീവ് അല്ലാത്ത ടൈപ്പ്. ഞാൻ വിചാരിച്ചു ഒന്ന് പുറത്ത് പോയിട്ട് ഒന്ന് നോക്കാം, എന്തെങ്കിലും നല്ലതുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ അതിന് പോകാനായിട്ടാണ് ഞാൻ ഇറങ്ങിയത്. സോ വെൽക്കം ടു മൈ ടുഡേയ്സ് വ്ളോഗ്. ഇന്നൊക്കെ എന്തെങ്കിലും എൻ്റെ ലൈഫിലുള്ളതൊക്കെ ആയിട്ട് ഐ ജസ്റ്റ് ഷെയർ ആൻഡ് ഷെയർ. ഹൻസുവിന് അവധി. ഞാൻ ആലോചിച്ച് പൊങ്കലിന് എങ്ങനെയാണ് ഈ കോളേജിന് അവധി കൊടുത്തത്. പണ്ടൊന്നും ഇങ്ങനെ പൊങ്കലിന് അവധി കൊടുക്കുന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അവധി കിട്ടിയോണ്ട് ഇന്ന് വീണ്ടും റിലാക്സ് ഡേ ആയിരുന്നു. ആൻഡ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടൊരു ചെറിയ മനസ്സിലുള്ള ഞാൻ ഉറങ്ങുമ്പോഴൊക്കെ ഉള്ള എൻ്റെ ഒരു സ്ട്രെസ് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടുത്തെ കിച്ചൺ വർക്ക് തുടങ്ങാറായി. ഇറ്റ് ബി സ്റ്റാർട്ടിങ് ഇൻ മേ ബി ഡേ ഓർ 2. അപ്പോൾ അങ്ങനെ ഇതാകുമ്പോൾ ഒരു ടെമ്പററി കിച്ചൺ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ടാസ്ക്. അതിനിപ്പോൾ എവിടെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ കുറച്ച് ദിവസമായിട്ട് ആലോചിച്ച് ഇന്നലെ ഏകദേശം ചെറിയൊരു കൺക്ലൂഷനിലെത്തി. പക്ഷേ എല്ലാം ചിന്തിക്കുമ്പോഴൊക്കെ എല്ലാം വളരെ നമ്മൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യണം. ഈ മെയിൻ കിച്ചൺ അവിടെ നിന്നൊന്ന് മാറ്റി വേറെ സ്ഥലത്തോട്ട് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഈ കിച്ചൺ റെനോവേറ്റ് ചെയ്യാനായിട്ട് അത് പൊളിക്കുമ്പോഴത്തേക്ക് അവിടുത്തെ മുഴുവൻ പാത്രങ്ങളും സാധനങ്ങളും ബോക്സസിലാക്കുക, മാറ്റുക, അതൊക്കെ ഒരു ഭയങ്കര വലിയ ടാസ്ക്കാണ്. എന്നാലും നമുക്കതൊരു ചാലഞ്ചായിട്ട് എടുത്ത് ചെയ്യണം. ഒരു 1.5 മാസം ഒന്ന് കഷ്ടപ്പെട്ടാൽ വിൽ ഹാവ് എ നൈസ് കംഫർട്ടബിൾ ആൻഡ് അടിപൊളിയായിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു മോഡുലർ കിച്ചൺ നമുക്ക് കാണും. ദാറ്റ് വിൽ ബി റിയലി നൈസ്. ഒരു 1.5 മാസം ഒന്ന് സ്ട്രഗിൾ ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും നമ്മളെല്ലാവരും മാനസികമായിട്ട് തയ്യാറാണ്. എനിക്കിത് എങ്ങനെയെങ്കിലും കിച്ചു ഡൽഹിയിൽ നിന്ന് എത്തുന്നതിന് മുന്നേ ആ മെയിൻ അലമ്പ് പണികളൊക്കെ ചെയ്താൽ കൊള്ളാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നടക്കുമെന്ന് അറിഞ്ഞൂടാ. എന്നാലും വൈകിപ്പോൾ നമുക്കൊന്ന് വേദികയിലോട്ട് പോകാം. ഇതുപോലത്തെ ഒന്നാണ് അമ്മൂട്ടെ. ഇത് മംഗൽഗിരി സിൽക്ക് ആണല്ലേ? ആ, നല്ല മെറ്റീരിയൽ. വേറെ കളേഴ്സ് ഉണ്ടോ ഇതിന്റെ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലാതെ എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ? ചന്തേരി സോഫ്റ്റ് ചന്തേരി. അജ്രക്കിന് ഇത് വന്നിട്ടുണ്ട്, കോട്ട ക്രോഷ്യ. ഫസ്റ്റ് ടൈമാണ് ഈ ടൈപ്പ്. കൊള്ളാമല്ലോ. ഇപ്പം ഇന്നലെ നമുക്ക് വന്നതേ ഉള്ളൂ കളക്ഷൻ.
അജ്രക്ക് ആകുമ്പോൾ എല്ലാം ഓൾമോസ്റ്റ് ഒരേ ഒരു ഷെയ്ഡിലൊക്കെ നിൽക്കും. പക്ഷെ അത് ക്രോഷ്യ വരുന്നത് ഒരു ക്രോഷ്യ കൊള്ളാം, ഒരു ഡിഫറെന്റ് ആയിരിക്കും മേഡം. പിന്നെ ഒന്നത് വിത്ത് കസവല്ലേ. ഇതൊക്കെ എന്ത് റേഞ്ചാ? 3200. ക്രോഷ്യ പറഞ്ഞത് ഇതിൽ വന്നിട്ടുണ്ട്. ക്രോഷ്യ ഈ ഇതിന്റെ ഇതിനല്ലേ ഞാൻ ആലോചിക്കായിരുന്നു. ബ്ലൗസ് പീസില്ലേ ഈ പടം വേണ്ട, ഇത് മറ്റേ പിച്ചുവായുടെ പുതിയൊരു കളക്ഷൻ. അങ്ങനെ ഡിസൈൻ ആ ഒരു പശു അങ്ങനെ അങ്ങനെ. ഇതൊരു സാരി നല്ല ബ്ലൗസ് ഞാൻ നോക്കിയപ്പോ ബ്ലൗസിലും ആ പിക്ചർ ഉണ്ടല്ലോ. കാഞ്ചീപുരം ബോർഡർ അറ്റാച്ച് ചെയ്തു. കാഞ്ചീപുരം ബോർഡർ അത് ഇവിടെ ചെയ്യുന്നതാണോ നിങ്ങൾ ചെയ്യുന്നതാണോ? ഇത് ഡബിൾ മോഡൽ. പല്ലുവില് ഈ ഒരു ഫുൾ ത്രോട്ടിന് ഒരു ബോർഡർ. ഇതിന്റെ ബ്ലൗസ് ഇതിൽ ഇതാ വരുന്നത്. ഓഫ് മീൻസ് വൈറ്റ് വന്നിട്ട് ഇതിൽ നമ്മൾ ഈ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അതപ്പോൾ നന്നായിരിക്കും. ആ ലൈനിങ് ഡാർക്ക് കൊടുക്കുമ്പോൾ അത് കൂടുതൽ ഇതിൽ അങ്ങനെയാണ് പറഞ്ഞത്. ഒരു ലൈറ്റ് ഷെയ്ഡ് ബ്ലൗസ് എടുക്കുള്ളൂ. ലൈറ്റ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ നമ്മൾ ആ ബ്ലൗസ് ഇടാതെ വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ഇട്ടാലും ഭംഗിയായിരിക്കും മേഡം. ഒരു വൈറ്റ് ടിഞ്ച് ഇതിലെല്ലാം ഇതിലുണ്ട്. നല്ല സോഫ്റ്റ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള യെല്ലോ. ഇത് നല്ല കോമ്പിനേഷൻ കൊള്ളാം. അതെ. ബ്ലൗസ് എന്ത് കളറാണ്? ഈ സെയിം യെല്ലോ വിത്ത് യെല്ലോ ആണല്ലേ. യെല്ലോയിൽ ഈ ഒരു കോമ്പിനേഷൻ. ഇതിൻ്റെ മെറൂൺ ബ്ലൗസ്. പക്ഷെ അതിന്റെ ബ്ലൗസ് അത് നന്നായിരിക്കുന്നത്. അതിന്റെ ബ്ലൗസ് ഒരു ഹൈ നെക്ക് ഒക്കെ കൊടുത്തിട്ട് ബാക്കിലോ മെറൂൺ കളർ സ്പോഞ്ച് ബട്ടൺ ഒക്കെ കൊടുത്താലേ ഡിഫറെന്റ് ആയി. ടീച്ചേഴ്സിനൊക്കെ ചെയ്യുന്നത് നല്ല സാരി ഉടുത്താ നല്ല ഇതായിട്ട് ഒതുങ്ങി നിൽക്കും. ഇത്ര പീസ് ബോർഡർ വരാണ്ട് വരുന്നതുണ്ട് ലൈറ്റ് ആയിട്ട് സോഫ്റ്റ് കസവ് കൊടുക്കാതെ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡബിൾ ബോർഡറും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡബിൾ ബോർഡർ ഇതിലൊരു പക്ഷേ ബെറ്റർ ആയിരുന്നു എനിക്ക് തോന്നുന്നു, അല്ലേ? അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഓപ്ഷൻ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം മേഡം. ഒരു ബോർഡർ കൂടെ അറ്റാച്ച് ചെയ്യാം. ഇതും അതിന്റെ ബോർഡർ അറ്റാച്ച് ചെയ്യാം. ജോബിൻ സാരി വാങ്ങാൻ വന്നത്. ജോബിൻ്റെ ചേച്ചി ലണ്ടനിൽ വന്നില്ലേ, ചേച്ചിക്ക് ഒരു സാരി ഗിഫ്റ്റ് വാങ്ങിച്ചോളൂ. സാരി എടുക്കത്തില്ല, എന്നാൽ സൽവാർ വാങ്ങിച്ചോളൂ. ലൂസായിട്ടുള്ള വാങ്ങിച്ചോളൂ. ഞാൻ കുറച്ച് നോക്കിയപ്പോൾ ഹൻസു വിളിച്ചു. ഹൻസുവിന് ഇന്ന് ഹോളിഡേ അല്ലേ, അപ്പോൾ ഫ്രണ്ട്സുമായിട്ട് ഭക്ഷണം കഴിക്കാൻ പുറത്ത് പോകുന്നു. അപ്പോൾ അവൾ ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ടാണ് ഞാനപ്പം ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ അവൾ റെഡിയായെന്ന് പറഞ്ഞ് വിളിക്കുക. ഞാൻ അങ്ങോട്ട് പോട്ടെ. അപ്പം ഞാൻ വീണ്ടും വരാം. ഞാൻ വരാറേ. ഓക്കെ. വീടെത്തി. ഹൻസുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു.
ജോബിൻ്റെ ചേച്ചി ലണ്ടനിൽ നിന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ ജോബിൽ നിന്നൊരു ബോക്സ് ചോക്ലേറ്റ് കൊണ്ടുവന്നു. സൂപ്പർ ചോക്ലേറ്റ് ആണ്. ഇപ്പം ഇവരൊക്കെ ഒന്നും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് അല്ല. ഞാനും അമ്മു ഇന്നലെയും കഴിച്ചു, ഇന്നും കഴിച്ചു. ജോബൻ പറയാം, ജോബിൻ്റെ ചേച്ചി ഒരു പെട്ടി നിറച്ച് ചോക്ലേറ്റ് ഉണ്ട്. കാരണം ചോക്ലേറ്റ് കഴിച്ച് 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 മത്ത് പിടിച്ചിരിക്കുന്നു. ഹലോ ബേബി, ആർ യു റെഡി? വെർ ആർ യു? ഹൻസു, നമുക്കിനി ഹൻസുവിനെ വിടാൻ പോവാം. അങ്ങനെ ലാസ്റ്റ് 2-3 ഡേയ്സ് ഭയങ്കര ടയറിങ് ആയിട്ടുള്ള ദിവസങ്ങളായിരുന്നു. നമ്മുടെ വീട്ടിലെ കിച്ചണിൻ്റെ ഡിമോളിഷൻ വർക്ക് തുടങ്ങി. അപ്പച്ചിയുടെ റൂമിൽ വാർഡ്രോബും ഡിമോളിഷ് ചെയ്തു. കിച്ചണിൽ ഓൾമോസ്റ്റ് എല്ലാം ഡിമോളിഷ് ചെയ്തു. ആ സാധനങ്ങൾ നമുക്ക് വേണ്ടാത്തത് കളഞ്ഞ് വേണ്ടതെടുത്ത് പകരം ടെമ്പററി ഒരു കിച്ചൺ എവിടെ സെറ്റ് ചെയ്യും എന്നുള്ള ഒരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പലതും ആലോചിച്ചു. ഡൗൺ സ്റ്റെയർ താഴത്തെ നിലയിൽ തന്നെ എവിടെയെങ്കിലും ചെയ്താലോ, പക്ഷെ അതൊന്നും ഒട്ടും പ്രാക്ടിക്കലായിട്ട് തോന്നിയില്ല. പിന്നെ ഇവിടെ ഈ സൈഡിൽ നമ്മുടെ ബാൽക്കണി ഉണ്ട്, ആദ്യം അവിടെ ചെയ്താലോ എന്ന് ആലോചിച്ചു. അവിടെ എനിക്ക് ഓക്കെ ആയിട്ടൊക്കെ തോന്നി. പിന്നെ നമ്മുടെ കിച്ചണിൻ്റെ വർക്ക് ചെയ്യുന്നത് ഏകയാണ്, നമ്മുടെ അർജുൻ്റെയൊക്കെ കമ്പനി. അപ്പോൾ അർജുൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അർജുൻ ഞാൻ ടെമ്പററി കിച്ചൺ സെറ്റ് ചെയ്യണതിനെക്കുറിച്ച് ടെറബിളി വറിയില്ലല്ലോ, എവിടെ വെക്കാൻ നമ്മൾ. അപ്പോൾ ഹ്യൂസ് ഹോംലി മീൻസ് വെളിയിൽ നിന്ന് വാങ്ങിയാൽ പോരെ ആൻറ്റി എന്നൊക്കെ ഞാൻ പറയും. വാങ്ങാം, എന്നാലും അത് എപ്പോഴും പ്രാക്ടിക്കൽ ആവത്തില്ല. ഡെയിലി എല്ലാ മീലും എല്ലാ മെമ്പേഴ്സിനും പുറത്തു നിന്നൊക്കെ പറയുമ്പോൾ ഒരു ദിവസം 2 ദിവസമൊക്കെ ഓക്കെ, പക്ഷെ 1.5 മാസം പ്രാക്ടിക്കൽ ആവത്തില്ല. അപ്പോൾ ഞാൻ പറയും എന്തായാലും നമുക്ക് കുറച്ചൊക്കെ നമുക്ക് പുറത്തുനിന്ന് തന്നെ വാങ്ങാം, പുറത്ത് പോയി കഴിക്കാം, അതൊക്കെ നടക്കും. എന്നാലും നമുക്കൊരു ബേസിക് കിച്ചൺ സെറ്റപ്പ് ഇല്ലാതെ പറ്റത്തില്ല എന്ന് പറയും. അങ്ങനെ നമ്മുടെ ആ വാഷിംഗ് മെഷീൻ ഇരിക്കുന്ന ഒരു ഏരിയ, അവിടെ ആക്ച്വലി 2 വലിയ സ്റ്റീൽ അലമാര ഉണ്ടായിരുന്നു. ആ ഒരു ഏരിയ നോക്കിയപ്പോൾ അത് കുറച്ച് പ്രാക്ടിക്കലായിട്ട് എനിക്ക് തോന്നി. അർജുൻ പറയും ഇവിടെ നമുക്ക് നോക്കിയാലോ. അങ്ങനെ അവിടെ 2 ഈ പാതിര ഫേർണിച്ചർ എന്ന് കേട്ടിട്ടുണ്ടോ? ഈ ഈവനിങ് ടൈമിലൊക്കെ പോയാൽ മറ്റേ ഈ മാർക്കറ്റ് ഏരിയയിലൊക്കെ ഇങ്ങനെ വഴിയിലിട്ട് വിൽക്കും. വില കുറഞ്ഞ തടിയിൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ടേബിളുകളും ചെയറും. ഇങ്ങനത്തെ 2 ടേബിൾ വാങ്ങി അവിടെ കൊണ്ടിട്ട് ഗ്യാസൊക്കെ അവിടെ കൊണ്ടുവച്ച്, സ്റ്റവെല്ലാം അവിടെ കൊണ്ടുവച്ച്, അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം അവിടെ കൊണ്ടുവച്ചു. അവിടെ എനിക്ക് വാഷിംഗ് മെഷീനിൽ സോപ്പും മറ്റേ കംഫർട്ടൊക്കെ വെക്കാനൊരു ഷെൽഫുണ്ട്. അങ്ങനെ ആ ഷെൽഫിലോട്ട് ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, ആ ഐറ്റംസ് എല്ലാം വെച്ച് തൽക്കാലം അവിടെ വെച്ചിട്ട് ഇനി പുറത്ത് നമുക്കൊരു വാഷ് ബേസിൻ കൂടെ സെറ്റാക്കണം. സാധനങ്ങളൊക്കെ മേടിച്ചു, പ്ലംബർ വന്നില്ല, അതുകൊണ്ട് അത് പെൻഡിങ് ആയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഫുൾ ഈ കാര്യങ്ങൾ ആലോചിച്ചിട്ട് തന്നെ പോയ ഫ്യൂ ഡേയ്സായിട്ട് മൈ ബ്രെയിൻ വാസ് ലൈക്ക് അയ്യോ എനിക്ക് രാത്രി കിടക്കുമ്പോൾ ഒരു പേടി സ്വപ്നമാണ്. എന്ത് ചെയ്യും, ഇതെങ്ങനെ സെറ്റാവും, എങ്ങനെ മാനേജ് ചെയ്യും, കിച്ചൺ വർക്കിംഗ് കണ്ടീഷനിൽ അല്ലെങ്കിൽ എങ്ങനെയാണ്. ബിക്കോസ് ഓസി ഇപ്പോൾ ഇവിടെ ഉള്ളപ്പോൾ ഓസിക്ക് ഇങ്ങനെ ഓസിയുടെ ഒരു ക്രേവിങ്സ് അനുസരിച്ചായിരിക്കും എന്തെങ്കിലുമൊക്കെ ഫുഡാക്കി കൊടുക്കുന്നത്. ഇപ്പോൾ രാത്രി ഓസി അവിടെ ദോശ കഴിച്ചുകൊണ്ടിരിക്കുക, ദോശയും മുളകും ഉള്ളിയും കൂടെ ഇടിച്ച ഒരു ചമ്മന്തി. അപ്പോൾ ഓസിക്ക് അതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ചൂടായിട്ടൊക്കെ കിട്ടണം. അതാണ് ഞാൻ പറഞ്ഞത്, കിച്ചണില്ലാതെ പറ്റത്തില്ല. പുറത്തെ ഫുഡ് ഒട്ടും ശരിയാകത്തില്ല ഓസിക്ക്. ഈവൻ ഈശാനി ജിമ്മിൽ നിന്നൊക്കെ വരുമ്പോൾ ഈശാനി സർട്ടൻ ഡയറ്റ് ഫുഡുകളാണ് കഴിക്കുന്നത്. അപ്പോൾ അതില്ലെങ്കിൽ ഈശാനിക്കും ശരിയാവത്തില്ല. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ഞാനാണ്. ഹൻസൂർ എന്തെങ്കിലും കഞ്ഞി കൊടുത്താൽ ഹൻസും അഡ്ജസ്റ്റ് ആവും. സോ അതുകൊണ്ട് അതൊക്കെ സെറ്റാക്കി അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇനി നമ്മുടെ കുറച്ച് ഡിമോളിഷൻ്റെ മെയിൻ വർക്ക് ഇനി തുടങ്ങുന്നതേ ഉള്ളൂ. കബേർഡ്സും അതും ഇതൊക്കെ മാറ്റി. ആ കിച്ചൺ, നമ്മുടെ കിച്ചണാണെങ്കിൽ പണ്ട് ഞങ്ങൾ ഈ വീട് വെച്ച സമയത്ത് വനിത വീട് എന്ന് പറയുന്ന വനിതയ്ക്കൊരു മാഗസിനിൽ അതിൻ്റെ കിച്ചൺ സ്പെഷ്യൽ ഒരു എഡിഷനിൽ ഞങ്ങളുടെ കിച്ചണിൻ്റെ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും, ഈ ഹൻസു നിന്ന് പ്രഗ്നൻ്റ് ആണ്, 2005 ബിഗിനിങ്ങിലെടുത്ത്, ഓൾമോസ്റ്റ് 20 years ബാക്ക് എടുത്തിട്ട്. അത് നമ്മുടെ കിച്ചൺ വാസ് വെരി പ്രിറ്റി ആൻഡ് ക്യൂട്ട് കിച്ചൺ. പിന്നെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതങ്ങ് നമ്പർ ഓഫ് മെമ്പേഴ്സും നമ്മുടെ കാര്യങ്ങളെല്ലാം കൂടി, പിന്നെ നമുക്ക് ഒരു 4-5 പ്രാവശ്യം വെള്ളപ്പൊക്കം വന്ന ഒരു ഏരിയയാണ് നമ്മുടെ വീട്ടിലിരിക്കുന്ന ഏരിയ. നമുക്ക് പല പ്രാവശ്യം വെള്ളപ്പൊക്കം വന്നപ്പോൾ താഴത്തെ നിലയിൽ താഴെയുള്ള കബേർഡുകളെല്ലാം ഈർപ്പം കാരണം ചെതലിൻ്റെ ഭയങ്കര ഇഷ്യൂ ആയിപ്പോയി. അപ്പോൾ നമുക്ക് താഴത്തെ ഉള്ള ഒരു കബേർഡിലും
വൃത്തിയുള്ള ഒന്നും വെക്കാൻ പറ്റാതെ വല്ല വേസ്റ്റ് സാധനങ്ങളൊക്കെ വെക്കാനേ പറ്റില്ല. അത് നമ്മൾ കഴുകി വയ്ക്കുന്ന പ്ലേറ്റുകളായാലും നമുക്ക് ഡെയിലി കുക്കിങ്ങിന് യൂസ് ചെയ്യേണ്ട പാത്രങ്ങളായാലും നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഐറ്റംസ് ഒന്നും വെക്കാൻ പറ്റാതെ, കാരണം അത് ഭയങ്കര ഈർപ്പമായി നാശമായിപ്പോയി. അതുകൊണ്ട് ഞങ്ങളുടെ തിങ്സ് എല്ലാം അങ്ങ് കൗണ്ടർ ടോപ്പിലായിപ്പോയി. എന്താ ബേബി? ഹൻസ് ബേബിക്ക് ഒരു സാധനം ഷൂട്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ ഷൂട്ട് ചെയ്തിട്ട് വന്ന് ബാക്കി കഥ പറയാം. ഐ യു റെഡി? ചലേക്കാം. നോട്ട് റെഡി? ഷീസ് റെഡി. ഐ ഗോ. എന്നിട്ട് ഞാൻ പറയാവേ. നമ്മുടെ കിച്ചൻ്റെ പണി തീരുന്നത് വരെ ഇനി ഇതാണ് നമ്മുടെ ടെമ്പററി കിച്ചൺ. ഇതെൻ്റെ വാഷിംഗ് മെഷീനൊക്കെ ഇടുന്ന ഒരു ഏരിയയാണ്. ഇതെല്ലാം ഞാൻ വെക്കുന്ന ഒരു ചെറിയ ഷെൽഫായത്. അത് ക്ലീനാക്കി തൽക്കാലം നമ്മൾ പൗഡർ ഐറ്റംസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ക്ലോസ്ഡ് ആണ്. ഇത് ഞങ്ങളുടെ ഒരു ബെഡ്റൂമിൻ്റെ ജനലാണ്, പക്ഷെ അവിടെ ഞാനൊരു ഫ്ലെക്സൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത്. ഇതാണ് മറ്റേ വില കുറഞ്ഞ ടേബിൾ വാങ്ങി അടുപ്പെല്ലാം കൊണ്ടുകൂടെ വെച്ചു. എൻ്റെ ഫോണിൽ ആരോ വിളിക്കും. എന്താ കയ്യില്? തട്ടുകട കാണാൻ പോവാ ഒരാള്. ഇഷ്ടപ്പെട്ട നല്ല കൊള്ളാം, അടിപൊളി. എന്താണ് അപ്പം ഇന്നത്തെ ആഹാരം? ദോശ ഊസി കഴിച്ചു കഴിഞ്ഞു. ബാക്കി വന്ന ദോശയും മുളകടിച്ചതാണ്. ഇവിടെ ടെമ്പററി ആയിട്ടൊരു വാഷ് ബേസിൻ വെച്ചു. ഗുഡ് മോർണിംഗ്. ഇവിടെ ഇതിൻ്റെ പണി നടക്കുമോ ഞാനതൊന്ന് നോക്കാൻ വന്നതാ. നമ്പർ അപ്പോൾ പുറത്ത് പോയി എന്തോ സാധനം മേടിക്കാൻ. സോ പാസ്റ്റ് ഫ്യൂ ഡേയ്സ് ടോട്ടലി എൻ്റെ ബ്രെയിൻ എല്ലാം ഇങ്ങനെ അപ്സൈഡ് ഡൗൺ. സൗണ്ട് കേട്ടോ? അയ്യോ പോട്ടെ. ഞാനിപ്പോൾ എൻ്റെ പാരൻസിൻ്റെ വീട്ടിൽ പോവുക കുറച്ച് സാധനം കൊടുക്കാനും. അവിടെ ഏതൊക്കെയോ മെഡിസിൻസ് ഒക്കെ തീർന്നു എന്ന് പറയും. മെഡിസിൻസ് തീർന്നു എന്ന് പറഞ്ഞാൽ അവർക്കത് പേരൊന്നും കറക്റ്റ് പറഞ്ഞു തരാനും അറിയത്തില്ല. ഫോട്ടോ ഇട്ട് തരാൻ പറഞ്ഞാൽ ഫോട്ടോ വാട്സപ്പിൽ എടുത്തിടാനും അറിയില്ല. അപ്പം ഞാൻ പോയി ഇനി അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കി കുറച്ച് സാധനമൊക്കെ കൊണ്ട് കൊടുത്തിട്ട് അതിന് വേണ്ടി ഞാൻ ഇറങ്ങിയതാണ്. ഇവിടെ പണി നടക്കുമ്പോൾ ഫുൾ ടൈം ഞാൻ തന്നെ ഇവിടെ വേണം. കാരണം ഓരോ ഡൗട്ട്സുമായിട്ട് ഇവർ വരുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ എന്നെ വിളിച്ച് ചോദിച്ച് അത് ഇത് എന്നൊക്കെ പറയുമ്പോൾ ആകെ ഒരു പ്രശ്നമാണ്. സുഖമാണോ എന്ന് ഞങ്ങളിവിടെ പുള്ളി ഇവിടെ ഇല്ല. പുള്ളി ഇപ്പോൾ ഡൽഹി പോയേക്കാ, വരും. ഞങ്ങളിവിടെ ആദ്യം സ്ഥലം വാങ്ങാൻ വന്ന സമയത്ത് പരിചയപ്പെട്ടതാണ് ഈ പുള്ളിക്കാരിയെ. ഞങ്ങളപ്പോൾ വേറെ 1-2 വസ്തുക്കളൊക്കെ കൊണ്ടുപോയി കാണിച്ചു. അന്ന് ഇന്നൊക്കെ ഒരുപോലെ ഇവർ എപ്പോഴും നടന്ന് ജോലിക്ക് പോകുന്നു, വരുന്നു, സാധനം വാങ്ങിക്കാൻ പോകുന്നു. എന്നാലും ചില ആൾക്കാരുണ്ട് നമ്മൾ വീണ്ടും കാണുമ്പോൾ ഒന്ന് ഒരു സെക്കൻഡ് ഒന്ന് നിന്ന് ഒരു ഹലോ പറയും. ഏറ്റവും നന്നായിട്ട് കായ്ക്കുന്ന റംബൂട്ടാൻ മരമാണ്. ഞാൻ അറിഞ്ഞില്ല അതിന് ഇങ്ങനെ ഒരു ട്രാജഡി സംഭവിച്ചത്. കണ്ട് പണി നടക്കുന്നു. ഇവിടെയും പണി, അവിടെയും പണി. ഞാൻ ഇറങ്ങി. പാരൻസിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഒരു ഡിസൈറിൽ പോയി. ഡിസൈറിൽ അമ്മുവിൻ്റെ ഒരു കമ്മൽ റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു മൂക്കൂത്തി റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കളക്ട് ചെയ്ത് കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് സംസാരിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ സ്റ്റൈൽ പ്ലസിലെത്തി. സ്റ്റൈൽ പ്ലസിൽ നിന്ന് നമ്മുടെ മേക്ക് ഷിഫ്റ്റ് കിച്ചണിന് വേണ്ടി കുറച്ച് ബേസിൻ അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അതിന് വേണ്ടി ഞാൻ സ്റ്റൈൽ പ്ലസ് എത്തി. എന്ത് കളക്ഷൻ അതൊക്കെ ഉണ്ട്. സ്റ്റൈൽ പ്ലസിൻ്റെ ആഡല്ല കേട്ടോ. എത്നിക് വീവിൽ വന്നു. ഒരുപാട് നാൾ മുന്നേ ഞാൻ തയ്ക്കാൻ കൊടുത്ത 2 ബ്ലൗസ് ഞാൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് അത് മറന്നു പോകും. അത് കളക്ട് ചെയ്യാനാണ് എൻ്റെ ഫേവറേറ്റ് ചെടി. ഓക്കെ, അയ്യോ അതിൻ്റെ അടിയിൽ ഒളിച്ച് നിൽക്കാം കേട്ടോ, ഇലയുടെ അടിയിൽ. സൂപ്പർ. ഈ അടുത്ത് ഞാനൊരു സിനിമ കണ്ടായിരുന്നു. എൻ്റെ സിനിമേൻ്റെ പേരെന്താ?
രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ. ഓസി ഒക്കെ ആദ്യം കണ്ടു, ഞാനും അമ്മ പിന്നെ കണ്ടേ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല മൂവിയായിരുന്നു, വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ആൻഡ് ആ സിനിമയിൽ കാണിക്കുന്ന പഴയൊരു സിനിമ കാതോട് കാതോരം എന്ന് പറയുന്ന ഒരു സിനിമയാണല്ലോ, അതിനെക്കുറിച്ച് കാണിക്കുന്നത് ആ സിനിമയിൽ. അപ്പോൾ ആ സിനിമ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മേ ബി ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് ആ സീസണിലായിരിക്കണം, ആ സമയത്ത് കണ്ടൊരു പടമാണ്. ആ ടൈം ഞാൻ തോന്നുന്നു 84 ഒക്കെ ആണെങ്കിൽ ഞാൻ 7ാം ക്ലാസ്, അപ്പം 84 ആണെങ്കിൽ അതായിരിക്കുമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ആ സിനിമയിൽ കാണിക്കുന്ന ഒരു പാട്ടും വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. വളരെ നന്നായിട്ട് ഈ ഗാനരംഗങ്ങൾ ചില സിനിമയിൽ കുറച്ച് എക്സലൻ്റ് ആയിട്ടായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. ലൈക്ക് ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് ആയാലും ആ പാട്ടായാലും എല്ലാം ഭയങ്കര വളരെ നല്ലതായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ സിനിമ കാണുമ്പോൾ ഒരു മൈക്ക് ഷെയർ ചെയ്താണ് മമ്മൂട്ടി, സരിത, ലിസി അവരെല്ലാവരും കൂടെ ഒരൊറ്റ മൈക്ക്. ആ ഒരു 1000 വർണ്ണങ്ങൾ കൂടെ വന്നു പെണ്ണുങ്ങൾ പാടുമ്പോൾ മൈക്ക് അങ്ങോട്ട് മാറ്റിക്കൊണ്ട് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു, ഫേവറേറ്റ് മൂവി. അപ്പോൾ ആ സിനിമയെ ചുറ്റിപ്പറ്റി വളരെ മനോഹരമായ രീതിയിലാണ് ഈ സിനിമയിലെ ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സൂപ്പർ മൂവിയായിരുന്നു, നൈസ് മൂവി. പിന്നെ ഞാൻ നെറ്റ്ഫ്ലിക്സിലും ഒരു സീരീസ് കണ്ടു, സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. കുറച്ചൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു സീരീസാണ്. ബ്ലാക്ക് വാറന്റ് എന്ന് പറഞ്ഞിട്ട് തിഹാർ ജയിലിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങൾ, അതും ഏർലി 80s അവിടുത്തെ ഒരു ജയിലറിൻ്റെ ഒരു കഥയാണ്. ബുക്ക് എഴുതിയത് പുള്ളിയാണോ എനിക്കറിയത്തില്ല, എന്നാലും അയാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പുള്ളിയുടെ ജീവിതത്തിൽ അവിടെ സംഭവിച്ചിട്ടുള്ള അവിടുത്തെ ജയിലിൽ അന്തേവാസികളും അവിടുത്തെ മറ്റ് ഓഫീസേഴ്സും അല്ലാത്ത പുറത്തുള്ള കുറച്ച് ആൾക്കാരൊക്കെ തമ്മിലുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി. വെരി വെൽ ടേക്കൺ. ഡയറക്ടറിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ആക്ട് ചെയ്തേക്കുന്ന ആക്ടർ പഴയ നമ്മുടെ ശശി കപൂറിൻ്റെ ഗ്രാൻഡ് സൺ ആണ്, കുനാൽ കപൂറിൻ്റെ മോനാണ്. ആ കുട്ടിയുടെ അഭിനയം അടിപൊളിയായിരുന്നു, സൂപ്പറാണ്. നമുക്ക് ആദ്യം കാണുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്യില്ല. ഐ മീൻ ആ ഒരു ആക്ടർ അത്ര നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ കണ്ട് വരുമ്പോൾ ഓരോ ക്യാരക്ടറായിട്ടാണ് മാറി അഭിനയിക്കുന്നത്. ആ പുള്ളിയൊക്കെ നല്ല ഭയങ്കര പോഷ് ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുന്ന ആളല്ലേ. പക്ഷെ ഒരു സാധാരണ പാവപ്പെട്ട ഒരാളായിട്ട് എന്ത് രസമായിട്ടാണ് ചെയ്തത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വാച്ച് ഇറ്റ്, ഇറ്റ്സ് വെരി നൈസ്. ബ്ലാക്ക് വാറന്റ് നെറ്റ്ഫ്ലിക്സിലുണ്ട്. പിന്നെ ഹൻസുകുട്ടിയെ വിളിക്കാൻ ഞാൻ കോളേജ് എത്തി. ഹൻസുവിന് ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്, ഇനി വീട്ടിൽ പോയിട്ട് ചായ കിട്ടണം. അപ്പോൾ ഓക്കെ, ഇനി ബാക്കി പിന്നെ എത്നിക് വീവ്സിൽ പോയപ്പോൾ എൻ്റെ 2 ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തത് കൊണ്ടുവന്നു. ഇത് അമ്മുവിൻ്റെ ഒരു സാരിയുടെ ഒരു ബ്ലൗസാണ്, ഐ മീൻ മെറ്റീരിയലാണ്. ഞാനപ്പോൾ അതിന് തച്ചു. അമ്മുവിൻ്റെ കൂടെ ഒരു സ്ലീവ്ലെസ് ആയിടുന്നത് വെജിറ്റബിൾസൊക്കെ ആക്കി. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഓസിക്ക് നല്ലപോലെ വോമിറ്റിങ് ചെയ്യും, അതുപോലെ ഫുഡിനോട് ക്രേവിങ്ങും ഉണ്ട്. ഞാൻ കുറച്ചുമ്പോൾ ടെറസിൽ തുണി എടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഓസി ചോദിച്ചു, ഈ ചട്നി ആക്കി തരുമോ? ചട്നിയും മുട്ട ബോയിൽഡ് എഗ്ഗും കഴിക്കാൻ തോന്നുന്നു. ഞാൻ പറഞ്ഞു നോക്കട്ടെ. കിച്ചൺ ഇങ്ങനെ ഒരു പ്രോപ്പർ ഫങ്ഷണൽ ആയിട്ടില്ലല്ലോ. ചിരവ എവിടെയാണെന്ന് അറിയത്തില്ല, തേങ്ങ ഉണ്ടോയെന്ന് അറിയത്തില്ല, ഫ്രിഡ്ജിൽ അവരൊക്കെ തിരികെ വെച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ചെക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നോക്കിയപ്പോൾ തേങ്ങയുണ്ട്, ചിരവ എവിടെ വഴിയിൽ പറമ്പ് കിടന്നു, അവിടെ നിന്ന് എടുത്തിട്ട് വന്നു. ഫ്രിഡ്ജിൽ ഇതില്ലായിരുന്നു. അങ്ങനെ അത് ചെയ്തു, ചട്നി ആക്കി. ഓസി കഴിക്കാൻ വന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഓസിക്ക് ഇങ്ങനെ ഓരോ ക്രേവിങ് കഴിക്കും. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വോമിറ്റ് ചെയ്യും. ഞാൻ പ്രഗ്നൻസിയിൽ വോമിറ്റിങ്ങിൻ്റെ വലിയ ഉസ്താദായിരുന്നു. ഐ വാസ് വെരി വെരി ഫേമസ് ഫോർ വോമിറ്റിങ്. ഒത്തിരി വോമിറ്റ് ചെയ്യുമായിരുന്നു. ഞാനാണെങ്കിൽ ഓസിയുടെ ഇത്രയും ഫുഡ് കഴിക്കത്തില്ലായിരുന്നു, തീരെ കഴിക്കത്തില്ലായിരുന്നു. ഓസി അത്യാവശ്യം അതും ഇതൊക്കെ കഴിക്കും, എന്നിട്ട് ഇടയ്ക്ക് വോമിറ്റ് ചെയ്യും. പിന്നെ ആകെ പുള്ളിക്കാരി കുറച്ച് ഡള്ളാണ്. ഞാൻ നമുക്ക് പുറത്ത് എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകാം എന്നൊക്കെ പറയുമ്പോൾ ഓസി കക്ഷിയുടെ പലപ്പോഴും പുറത്തൊക്കെ സ്മെല്ല് ഇഷ്ടപ്പെടുന്നില്ല. ഓസിയുടെ ഫ്ലാറ്റിലെ സ്മെല്ല് ഓസിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടിപ്പോൾ കുറേ ഓസി കൊണ്ട് ഫ്ലാറ്റിൽ പോകുന്നത് അങ്ങനെ ഇരിക്കുമോ. അപ്പോൾ എൻ്റെ ഈ ബ്ലോഗിൽ വലിയ ലെങ്ത്തൊന്നുമില്ല, ഞാൻ അധികം നീട്ടുന്നുമില്ല. ജസ്റ്റ് കൊണ്ട് പിന്നെ ഇഷ്ടം ഒരു ഓൾമോസ്റ്റ് ഒരു 7-8 ദിവസമായിട്ടുള്ള ഫുട്ടേജസ് ഓരോ ദിനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഐ വിൽ തിങ്ക് ദാറ്റ്
എന്ന് ഞാൻ കുറച്ച് കൂടുതലെടുക്കും എന്നൊക്കെ വിചാരിക്കും, പക്ഷെ നടക്കില്ല. അങ്ങനെ കുറേ ദിവസം ഫുട്ടേജസാണ്. ഇന്നലെ തൊട്ട് നമ്മൾ കാണുന്ന മറ്റേ സെയ്ഫ് അലി ഖാൻ്റെ വീട്ടിൽ നടന്ന ആ ഒരു ഇത്, ഇറ്റ് ഈസ് ലൈക്ക് വെരി സ്കെയറി. അവരെ പോലെയുള്ള ഇത്രയും വലിയ VIP-കളുടെ ഫ്ലാറ്റിലൊക്കെ ഇത്ര പോലെ ഒരു ചെക്കൻ വരുന്നു, കയറുന്നു, കുത്തുന്നു. ആൻഡ് അവരെ പോലുള്ള ആൾക്കാരുടെയൊക്കെ ലൈഫിൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ലൈക്ക് ഇറ്റ് ഈസ് വെരി 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 സ്കെയറി, വെരി സ്കെയറി. അതിൻ്റെ പിന്നിൽ ആരാണ്, അയാൾ എങ്ങനെ അവിടെ കയറി ഒരു ഫ്ലാറ്റിൽ. ഇവിടെയൊക്കെ തന്നെ നമ്മളൊരു സാധാരണ വലിയ VIPs ഒന്നും ഇല്ലാത്ത പോലത്തെ ഫ്ലാറ്റുകളിൽ പോകുമ്പോൾ പോലും അവിടെ സെക്യൂരിറ്റി കാണും, നമ്മുടെ പേര് എഴുതണം, നമ്മൾ ആരാ എന്താണെന്നൊക്കെ ചോദിക്കും, എന്നിട്ടല്ലേ കയറാൻ പറ്റും സാധാരണ ഫ്ലാറ്റുകളിൽ. അപ്പോൾ ഇത്രയും VIPs താമസിക്കുന്ന ഫ്ലാറ്റുകളിൽ എന്തുമാത്രം ഇത് കാണും, ഒരു സേഫ്റ്റി അവിടെ കാണും. പക്ഷെ എങ്ങനെയായിരിക്കും ഇവരൊക്കെ കയറിയത്? നോർമൽ ആളാണോ, വല്ല സൈക്കോ ആണോ? എന്നാലും വെരി സാഡ് ആൻഡ് വെരി സ്കെയറി. എന്തോ പോലെ 2 ദിവസമായിട്ട് TV വയ്ക്കുമ്പോൾ, ഇന്നലെ തൊട്ട് TV വയ്ക്കുമ്പോൾ ഫുൾ ടൈം ഈ ന്യൂസാണ്. ഇവിടെ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ് സെയ്ഫ്. ഈ അടുത്ത് കുറച്ച് ദിവസം മുമ്പാണ് സെയ്ഫ് അലി ഖാൻ അഭിനയിച്ച താരതമ്പം എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. ഇവർ കൊച്ചാകുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. അങ്ങനെ ആ സിനിമ വീണ്ടും അമ്മു നിഷാനിയും കൂടെ ഇരുന്ന് കണ്ടു. ഈ അടുത്തവർ കാണുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നേരം ഞാനൊക്കെ ഇരുന്ന് കണ്ടിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രത്യേകിച്ച് റീസണൊന്നും ഇല്ലാതെ കഴിഞ്ഞ ആഴ്ച അതിനെക്കുറിച്ച് കുറേ സംസാരിച്ചു. ആൻഡ് ബി എൻജോയ്. 2 ദിവസമായിട്ട് അവരെ കണ്ട, പകുതി ദിവസം. അപ്പോൾ കുറേ അതിനെക്കുറിച്ച് സംസാരിച്ചു. ആൻഡ് ബിബറോൾ. അപ്പോൾ നമ്മൾ ഒത്തിരി സെയ്ഫ് അലി ഖാൻ്റെ നമുക്ക് ഇഷ്ടപ്പെട്ട ധാരാളം സിനിമകളൊരു സലാം നമസ്തേ, വൺ മൂവി വാസ്. അങ്ങനെ കുറേ മൂവീസ് ഉണ്ടായിരുന്നു. ഈ പിള്ളേർക്ക് കുറച്ച് ഇഷ്ടമുള്ള മൂവീസ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കുറേ സംസാരിച്ചു. അപ്പോൾ അത്രയൊക്കെ തന്നെ. സോ സീ ഓൾ സൂൺ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. പണിയൊക്കെ ആസ് ഇറ്റ് പ്രോഗ്രസ് ഐ വിൽ ഷോ യു ഓൾ. ടേക്ക് കെയർ. ജാനുവരി ആണെങ്കിലും ഇറ്റ്സ് വെരി ഹോട്ട്. യൂഷ്വലി ഡിസംബർ, ജാനുവരി, മിഡ് ഫെബൊക്കെ വരെ കുറച്ച് കൂളാവേണ്ടതാണ്. പക്ഷെ നല്ല ചൂട്. പാരൻസിൻ്റെ വീട്ടിൽ പോയപ്പോൾ റംബൂട്ടാൻ 2 ചെറിയ മരങ്ങളിലൊക്കെ പൂ വന്നു. ഞാൻ വേണ്ടി നമ്മുടെ മരങ്ങളിലൊക്കെ പോയി തപ്പി കേട്ടോ. ഇവിടെ പൂവൊന്നും വന്നിട്ടില്ല, മൊട്ട് വന്നിട്ടില്ല. അറിയത്തില്ല ഈ വർഷത്തെ ഈൽഡ് എങ്ങനെ ആയിരിക്കും. ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കാച്ചിട്ട് എത്രയോ കാലമായി. ഇനി എനിക്ക് ആകെ ഒരു ഡ്രീമാണ് എൻ്റെ ഈ കിച്ചണിൻ്റെ വർക്ക് ഒന്ന് കഴിയണം. വളരെ ഗംഭീരമൊന്നും അല്ലെങ്കിലും ഒരുവിധം ഡീസൻ്റായിട്ട് അതൊന്ന് പണി തീരണം. അവർ ഇതൊക്കെ പൊട്ടിക്കുന്നതിൻ്റെ സൗണ്ട്, ഭയങ്കര സൗണ്ട്. അപ്പോൾ നമുക്ക് എന്തോ പോലെ അത് കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ, പിന്നെ അത് കേട്ട പൊടി, കിച്ചണിൻ്റെ ഒരു മെസ്സും. സോ ഇനിയുള്ള ഒരു 45 ഡേയ്സ് എന്ന് പറയുന്നത് എനിക്ക് വളരെ ചാലഞ്ചിങ് ആണ്. പക്ഷേ അതിന് നമ്മൾ ടാസ്ക്കായിട്ട് മുമ്പിൽ കണ്ടുകൊണ്ട് ആ ചാലഞ്ചിനെ ഏറ്റെടുത്ത് അതിനെ ഫേസ് ചെയ്യുക. എനിക്ക് കഴിഞ്ഞ ഒരാഴ്ച ഈ പണി തുടങ്ങുന്നതിന് മുന്നേ രാത്രി ഉറക്കത്തിലൊക്കെ എനിക്ക് പേടി സ്വപ്നമാണ്. അയ്യോ ദൈവമേ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ ഞാൻ ആലോചിക്കുമായിരുന്നു. കാരണം വേറെ എവിടെയാണ് പണി നടക്കണമെങ്കിൽ ലുക്ക് പ്രശ്നമാണേ ഉള്ളൂ. അത് നമുക്ക് കിച്ചൺ കുളമാവുന്ന അത്രയും പ്രശ്നമല്ല. കിച്ചൺ ഭയങ്കര ബുദ്ധിമുട്ട്. കുഴപ്പമില്ല, നമുക്കത് ഫേസ് ചെയ്തല്ലേ പറ്റും. നമ്മളിപ്പോൾ ഒരുമാതിരി ടെൻ്റൊക്കെ കെട്ടി പുറത്ത് കഴിയുന്ന ആൾക്കാരൊക്കെ കുക്ക് ചെയ്ത് ജീവിക്കുന്നില്ലേ, അങ്ങനെയൊക്കെ ആലോചിച്ചാണ് ഞങ്ങളൊക്കെ വളരെ കോമഡി ആയിട്ടാണ്. ഞാൻ എൻ്റെ ഇവിടെ നിൽക്കുന്ന ആ കുട്ടിയൊക്കെ ആയിട്ട് ഭയങ്കര കോമഡി വരുന്നത്. അവിടെ പുറത്ത് പുള്ളിക്കാരില്ല, ഇവിടെ വെളിയിൽ നല്ല രസമുണ്ട് വാഷ് ബേസിനിലൂടെ പാത്രം കഴുകാനൊക്കെ കാറ്റൊക്കെ കൊണ്ട്. ശരിക്കും പറഞ്ഞാൽ റംബൂട്ടാൻ കാച്ച് കിടക്കുന്ന സീസണിലാണെങ്കിൽ കുറച്ചുകൂടെ രസമുണ്ടായിരുന്നില്ല. അവിടെ നിൽക്കുമ്പോൾ പറിച്ച് കഴിച്ചിട്ടൊക്കെ നിൽക്കായിരുന്നു. സോ അത്ര തന്നെ. സോ സീ ഓൾ സൂൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ഓക്കെ, ബൈ. രണ്ടിലിട്ടോ സോക്സ്. ഇപ്പൊ നടന്നു നോക്കാലോ.